ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പണി ഒക്കെ കുറച്ചുകൂടെ സ്പീഡാക്കാനായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങി. അപ്പോൾ അത് വന്നിരിപ്പുണ്ട്. അത് പൊട്ടിച്ച് നോക്കാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത്, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കുവാണ്. അപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചത് ഏകദേശം 3000 രൂപ അടുത്തായി. സാധാരണ ഞാനിങ്ങനെ ആമസോൺ വഴി ഒന്നും വാങ്ങാറില്ല മെഷീനറീസ്. മുമ്പുള്ളൊരു പരാജയം വെച്ചിട്ട് ഞാനങ്ങനെ മേടിച്ചിട്ട്, കാരണം എനിക്ക് മുമ്പ് ഐബെല്ലിൻ്റെ ഒരു മെഷീൻ മേടിച്ചിട്ട് വന്നപ്പോൾ അതിന് കുറച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഡ്യൂപ്ലി ആയിരുന്നു ചുരുക്കം പറഞ്ഞാൽ. ഇപ്പോൾ ഒറിജിനൽ ഡീലറിൻ്റെ നിന്നും തന്നെ ജെന്യൂനായിട്ട് മേടിച്ചാണ്. ഇത് ഐബെൻ്റെ ഓർമിയർ എന്ന് പറഞ്ഞ ഒരു പോർട്ടബിൾ ഡ്രില്ല്. നമുക്ക് ചെറിയ ചെറിയ സ്ക്രൂ ടൈറ്റ് ചെയ്യാനും, ചെറുതല്ല, അത്യാവശ്യം ഇതിന് നല്ല ടോർക്കുള്ള സംഭവമാണ്. ഞാനത് നോക്കിയാണ്, 30 ന്യൂട്ടൺ ടോർക്കാണ് ഇതിനുള്ളത്. ഒരു 25 ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റ് മെഷീനുമായിട്ട് കുറേ കമ്പയർ ചെയ്തു, അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകെ ഈ 4 ബിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ മറ്റ് മെഷീനൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കുറേ ഐറ്റംസ് കിട്ടാറുണ്ട്. ചെറിയ ഹോള് അടിക്കുന്ന ഓൾസോ പോലെയുള്ള കുറേ ഐറ്റംസ്. ഇതിൻ്റെ അകത്ത് അധികം നമുക്ക് സംഭവങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഈ ഒരു ചാർജർ മീൻസ് വരുന്നത് 24 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. ഇത് ഏകദേശം 1.5 ആമ്പിയർ വരുന്നു. പിന്നെ ഉള്ളത് ഒരു 20 വോൾട്ട് ലിത്തിയം അയൺ ബാറ്ററി, അതുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഡ്രിൽ മെഷീൻ. ഈ ബാറ്ററി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലതാണ്. ഇതിട്ടിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് 2 ബിറ്റൊക്കെ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്, സാധനങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒത്തിരി മോഡും കാര്യങ്ങളും, ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇത് മേടിച്ചത്. അപ്പം ഒരു ബാറ്ററിയേ ഉള്ളൂ. സാധാരണ മെഷീൻ 2-3 ബാറ്ററിയൊക്കെ കൊടുത്ത് ഒത്തിരി ഈ പ്രൈസിന് നെറ്റിൽ നോക്കിയാൽ ഒത്തിരി നമുക്ക് കമ്പോണൻറ്റ്സ് കൂടെയുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ വാറണ്ടി കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആകെ 7 days റിട്ടേൺ പോളിസി മാത്രമാണ് ഇത് ആഡ് ചെയ്തത്. 3 ഓപ്ഷന്, ഡ്രില്ല്, ഹാമറിങ് എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവം വാങ്ങിയാലേ നമ്മുടെ പണി സ്പീഡപ്പാടുള്ളൂ. കാരണം കോമ്പറ്റീഷൻ അതുപോലെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ സ്പീഡപ്പായിട്ട്. അപ്പോൾ പണി ഇച്ചിരി കൂടെ സ്പീഡാവുമല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീന് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ഓപ്ഷൻ, ഈ ചാർജിൻ്റെ ബാക്കപ്പ് നമുക്കറിയാം എത്ര പോയിൻ്റ് ഉണ്ട് ചാർജിന്, അതാണ് ഇപ്പോൾ ഇൻഡിക്കേഷൻ കാണിച്ചത്. അപ്പോൾ അങ്ങനെ മറ്റു കുഴപ്പങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഇടാം. നിങ്ങൾക്ക് ഇതുപോലുള്ള മെഷീൻസ് നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് അനുസരിച്ച് കമ്പയർ ചെയ്ത് നോക്കാമായിരുന്നു. അപ്പം അടുത്തത് വരെ ബൈ.